अरे कुछ कुछ सोचा है ना, तो उस दिन तो गए थे तो होगा ഛത്തീസ്ഗഡ് जरूरी സർക്കാർ होगा। ആ സംസ്ഥാനത്തെ തൊഴിൽ രഹിതരായ മഹിളകളുടെ ഉപജീവന മാർഗത്തിനു വേണ്ടി അനേകം പദ്ധതികൾ അനുവദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അതിനു വേണ്ട വായ്പകൾ സബ്സിഡിയോടുകൂടി നൽകി അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പായ കൃഷി വകുപ്പിന് നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശമനുസരിച്ച് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ തൊഴിൽ രഹിതരായ മഹിളകളെ തിരഞ്ഞെടുത്ത് അവരുടെ ഒരു ഗ്രൂപ്പ് തയ്യാറാക്കി വേണ്ട പരിശീലനം അവർക്ക് നൽകുന്നു. അപ്രകാരം നടന്ന ഒരു പരിശീലനമാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ പരിശീലനത്തിൽ സീതപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കാം, കൂവളത്തിൻ്റെ കായ കൊണ്ട് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാം, പുളികൊണ്ട കൊണ്ട് സർബത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നു. ഐസ്ക്രീം ഉണ്ടാക്കുവാൻ വേണ്ടുന്ന സാധനങ്ങൾ: പാല് 10 ലിറ്റർ, പഞ്ചസാര 1.5 കിലോ, ഏലക്ക പൊടിച്ചത് 50 ഗ്രാം, കസ്റ്റാർഡ് പൗഡർ 150 ഗ്രാം, പാൽഗോവ 250 ഗ്രാം, സീതപ്പഴത്തിൻ്റെ പൾപ്പ് 4 കിലോ. തയ്യാറാക്കുന്ന വിധം: 10 ലിറ്റർ പാല് 9 ലിറ്റർ ആകുന്നത് വരെ ഒരു പാത്രത്തിൽ തിളപ്പിക്കുക. തിളപ്പിക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ തിളപ്പിച്ച പാലിൽ ഏലക്ക പൊടിച്ചത്, പഞ്ചസാര, പാൽഗോവ എന്നിവ ചേർത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. 1/2 ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ 1/2 ഗ്ലാസ് പാലിൽ കസ്റ്റാർഡ് പൗഡർ യോജിപ്പിക്കുക. ഇവ ഈ പാലിലേക്ക് ചേർത്ത് 5 മിനിറ്റ് കൂടി അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ശേഷം തീ അണച്ച് തണുക്കുവാനായി വെക്കുക. തണുത്തതിന് ശേഷം സീതപ്പഴത്തിൻ്റെ പൾപ്പ് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇത് ഐസ്ക്രീം തയ്യാറാക്കുന്ന പാത്രങ്ങളിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്.
फर्स्ट हम लोग का। तो उसमें सर क्या सबसे पहले कि 10 लीटर दूध हमको बॉईल करना है, उसके बाद उसको 9 लीटर तक हमको पकाना है। तो और उसके बाद उसमें सर 10 लीटर को 2 लीटर तक हम लोग रखेंगे सर। उसके बाद उसमें उबलते में ही हमको 25 ग्राम करीब पिसी हुई इलायची डालना सर। इलायची डालने के बाद सर हमको 500 ग्राम खोआ डालना सर उसमें, 500 ग्राम खोआ सर। उसके बाद सर हम लोग को चीनी डालना सर 1 किलो, 800 ग्राम से लेकर 1 किलो तक चीनी डालना सर। चीनी डालने के बाद सर उसमें हमको कस्टर्ड पाउडर डालना है 100 ग्राम से लेकर 150 ग्राम तक सर, वनीला एसेंस वाला सर। क्या क्या प्रशिक्षण मिला है अभी तक, आप लोग क्या क्या सर बना अभी सकते तक तो हम लोग को सर सीताफल का मिला सर, दूसरा हम लोग को मिला है क्या कहते हैं पेठा का सर, तीसरा हम लोग को मिला है रागी का बताया है सर ने अभी हम लोग को, और अंबाड़ी का बताया सर, अंबाड़ी का, बेल का। इसमें कहीं पूड़ी वगैरह में भी वो करते हैं उपयोग, या फिर कुछ ज़्यादा तेल वाली चीज़ों का, कई तरह के आजकल व्यंजन रहते हैं। लेकिन आजकल के आधुनिक जीवन शैली में तेल वाली चीज़ों को कम उपयोग करने की सलाह दी जाती है, क्योंकि आजकल फिजिकल वर्क हम लोग कम करते हैं, शारीरिक परिश्रम कम करते हैं, क्योंकि मशीनों का युग आ गया है। चाहे वो किसान हो, चाहे घरेलू हमारे माताएं बहनें लोग हैं, आटा मशीन से गेहूं की पिसाई हो रही है। इसी में चलाने से क्या होता है, कड़वाहट जो रहता है ना बीज वो पिस जाता है। ये इसकी കൂവളത്തിൻകാ ജ്യൂസ് തയ്യാറാക്കുന്ന വിധം. വേണ്ട സാധനങ്ങൾ: വെള്ളം 10 ലിറ്റർ, കൂവളത്തിൻകായുടെ പൾപ്പ് 3 കിലോ, പഞ്ചസാര 1 കിലോ. തയ്യാറാക്കുന്ന രീതി: 9 ലിറ്റർ വെള്ളത്തിൽ കൂവളത്തിൻകായുടെ പൾപ്പ് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ബാക്കിയുള്ള 1 ലിറ്റർ വെള്ളത്തിൽ പഞ്ചസാര ലായനി തയ്യാറാക്കി ഈ മിശ്രിതത്തിലേക്ക് ചേർക്കുക. അതിനുശേഷം അരിച്ചെടുത്ത് ഉപയോഗിക്കുക. പുളിവെണ്ട സർബത്ത് ഉണ്ടാക്കുന്ന വിധം. ആവശ്യമുള്ള സാധനങ്ങൾ: 10 ലിറ്റർ വെള്ളം, 1.5 കിലോ പഞ്ചസാര, 250 ഗ്രാം പുളിവെണ്ടപ്പഴം, 30 ഗ്രാം ബ്ലാക്ക് സോൾട്ട്, 30 ഗ്രാം ജീരകപ്പൊടി, 50 ഗ്രാം ഉപ്പ്. അടുപ്പിൽ തീ കത്തിച്ച് ഒരു ചരുവത്തിൽ 10 ലിറ്റർ വെള്ളത്തിൽ 9 ലിറ്റർ ഒഴിച്ച് തിളപ്പിക്കുക. അതിലേക്ക് പുളിവെണ്ടപ്പഴം ഇടുക. തുടർന്ന് മിച്ചമുള്ള 1 ലിറ്റർ വെള്ളത്തിൽ പഞ്ചസാര പാനിയാക്കി ഇതിലേക്ക് ഒഴിക്കുക. പുളിവെണ്ടയിൽ നിന്ന് അതിന്റെ ഗുണങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അരിപ്പ ഉപയോഗിച്ച് സർബത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വേർതിരിച്ചെടുക്കുക. ഇതിലേക്ക് ജീരകപ്പൊടിയും ബ്ലാക്ക് സോൾട്ടും ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. രുചികരമായ പുളിവെണ്ട സർബത്ത് റെഡി.
हमारा प्रयास तभी सफल होगा जब इसको हम लोग फील्ड में या अपने घरों में बनाना चालू करें। चाह रही है महिला सशक्तिकरण हो, महिला के जेब में पैसा आए। अभी आप लोग देखोगे कितने लोग कल बिहान मेला में आए थे, लेकिन हाथ खड़ा कर रहे हैं। उधर उस आग्रह उस समूह को लाखों रुपए कितना मिला मैडम आपको? समूह को 12 लाख रुपए समूह को मिला है।